ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോ ഇടാനുള്ള പ്രത്യേക കാരണം ഈ കാണുന്ന പുലിക്കളിയും മഹാബലിയുമാണ്. ഈ വർഷം നടന്ന ഓണാഘോഷത്തോടനുബന്ധിച്ച് ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് പുലിയെയും മഹാബലിയും ഇറക്കി. ഈ കാണുന്ന പുലിയും മഹാബലിയും കാരണം കൊച്ചു രാത്രിയിൽ ഒരാഴ്ചയായിട്ട് ഉറക്കമില്ല. ഇവൻ രാത്രിയിൽ കിടന്ന് കരച്ചിൽ. അവസാനമാണ് പറഞ്ഞത് എനിക്ക് പുലിയെ പേടിയാന്ന്. അങ്ങനെയാണ് ഞങ്ങൾ അവസാനം കണ്ടെത്തി ഈ കാണുന്ന പുലിക്കളിയും മഹാബലിയുമാണ് ഇതിനുള്ള കാരണമെന്ന്. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇന്നിടുന്നത്. ഞങ്ങൾ അലൈൻ ബ്ലാസ്റ്റേഴ്സ് ക്ലബിൻ്റെ ഈ വർഷത്തെ ഓണാഘോഷം കാലിക്കറ്റ് ഡൗൺ ടൗണിലാണ് നടത്തുന്നത്. അപ്പോൾ അതിനായിട്ട് ക്രിക്കറ്റ് കളിക്ക് ശേഷം ഫൈസൽ ആൻഡ് ഫാമിലിയും സജീറും മനുവൊക്കെയാണ് ആദ്യമേ തന്നെ പൂക്കളം ഇട്ടത്. അപ്പോൾ ആദ്യം ക്രിക്കറ്റ് കളി കഴിഞ്ഞ് ഇവർ പോയി പൂക്കളം ഇട്ടു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോഴേക്കും ക്ലബിലെ ഓരോരോ മെമ്പേഴ്സുകൾ വരാൻ തുടങ്ങി നമ്മുടെ ഹാളിലേക്ക്. അവരെ അഷ്റഫും നമ്മുടെ സേഫിക്കായും ചേർന്ന് സ്വീകരിച്ചു. കുട്ടികൾക്കെല്ലാവർക്കും അത്ഭുതമായിരുന്നു. അഷ്റഫ് ഈ ഒന്ന് കൊടുക്കാനുള്ള സമ്മാനങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചു. പിന്നീട് ഫൈസലിൻ്റെ ഡ്രസ്സിങ് ആയിരുന്നു. ഫൈസൽ സ്വന്തം കൊച്ചിനെ മുണ്ടൊക്കെ ഉടുപ്പിച്ച് നിർത്തി എല്ലാവരും കൂടെ ഒരേ ഉടുപ്പൊക്കെ ഇട്ട് ഡ്രസ്സ് ചെയ്ത് ഫോട്ടോസിനൊക്കെ പോസ് ചെയ്ത് നിൽക്കുമ്പോഴാണ് ഇവിടെ കാലനെ കിട്ടാത്തതുകൊണ്ട് സുഹേറിൻ്റെ കാറിലാണ് ഈ വർഷം മഹാബലി എത്തിയത്. അപ്പോൾ മഹാബലി അങ്ങ് വന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്ന കടയിലുള്ള ആളുകളെല്ലാം അന്തം വിട്ടുപോയി. ഇതുപോലൊരു മഹാബലി അവർ കണ്ടിട്ടില്ല. മഹാബലി ചാടി സുഹേറിൻ്റെ കാറിൽ നിന്നും ചാടി ഇറങ്ങി. മഹാബലിയെ സ്വർണ്ണക്കൊട കൊടുത്ത് സ്വീകരിച്ചത് നമ്മുടെ ടീമിൻ്റെ സജീറാണ്. അപ്പോഴത്തേക്ക് എല്ലാവരും ഫോട്ടോ എടുക്കാനുള്ള തിരക്കിലായിരുന്നു. മഹാബലി എല്ലാവർക്കും അവിടെ ഇരുന്ന കടക്കാർക്കും നമ്മുടെ എല്ലാവരെയും കൈവീശി കാണിച്ച് നമ്മുടെ ഹാളിലേക്ക് എത്തി. അവരെ പൂക്കളിട്ടാണ്, കുഞ്ഞുകുട്ടികൾ പൂക്കളിട്ടാണ് സ്വീകരിച്ചത്. അപ്പോൾ മഹാബലി ചെതറി എന്ന് വേണം പറയാം. എല്ലാവരും അന്തം വിട്ടുപോയി. അപ്പോൾ അങ്ങനെ മഹാബലി ഹാളിലേക്ക് എത്തുകയാണ്. എല്ലാവരോടും കുശലങ്ങളൊക്കെ അന്വേഷിച്ച് ഒരു വർഷത്തിന് ശേഷമാണ് എത്തിയത്. ഈ മഹാബലി കണ്ടപ്പോൾ എനിക്കും സംശയം തോന്നി, ഇത് എന്തൊരു മഹാബലിയാണെന്ന്. ഇത് നമ്മുടെ ക്ലബിലെ തന്നെ സതീഷണനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വേഷം ഈ പ്രാവശ്യം കലക്കി. അങ്ങനെ എല്ലാവരും കൂടി അദ്ദേഹത്തെ ഹാളിലേക്ക് ക്ഷണിച്ചു. ഹാളിലേക്ക് എത്തി പുള്ളിയുടെ കൂടിയുള്ള ഫാമിലി ഫോട്ടോസൊക്കെ എടുത്തു കഴിയുമ്പോഴത്തേക്കാണ് അദ്ദേഹത്തിന് ജ്യൂസുമായിട്ട് സേഫൊക്കെ എത്തിയത്. മടുത്ത ക്ഷീണിച്ചിരുന്ന മഹാബലിയുടെ ഫേസിലെ മേക്കപ്പ് എല്ലാം വൈഫ് ഹെൽപ്പ് ചെയ്ത് കൊടുത്തു. അപ്പോഴത്തേക്കും പുലി ഇറങ്ങി. പുലി അടിപൊളിയായിരുന്നു. പുലി തകർത്തു. എല്ലാവരും എൻജോയ് ചെയ്തു. പുലിയുടെ കൂടെ ഡാൻസ് കളിച്ചു. കുട്ടികളെല്ലാം എൻജോയ് ചെയ്തു. അതിനിടയിലാണ് എൻ്റെ കൊച്ച് ഇവനെ കാണാനില്ല. നോക്കിയപ്പോൾ കൊച്ച് മാറി നിൽക്കുന്നു. ഒരു തരത്തിൽ അവനെ പറഞ്ഞ് മനസ്സിലാക്കിയത് അച്ചാച്ചൻ്റെ കൂട്ടുകാരനാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷമാണ് അവൻ എത്തിയത്. അങ്ങനെ അവനും ഡാൻസ് കളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് അറിയുന്നത് ഇന്ന് സുധീഷണ്ണൻ്റെ ബർത്ത്ഡേ ആണെന്ന്, അതായത് മഹാബലിയുടെ ബർത്ത്ഡേ ആണെന്ന്. അങ്ങനെ മഹാബലിയുടെ ബർത്ത്ഡേ വൈഫും കുട്ടിയുടെ കൂടെ കേക്ക് മുറിച്ച് ഞങ്ങൾ ആഘോഷിച്ചു. അതിനുശേഷമാണ് തിരുവാതിര നടന്നത്. ഓണം എവിടെയുണ്ടെങ്കിലും അവിടെ തിരുവാതിരകളിയും ഉണ്ട്. അങ്ങനെ അലൈൻ ബ്ലാസ്റ്റേഴ്സ് ക്ലബിൻ്റെ ഫീമെയിൽ വിങ്ങിൻ്റെ ഒരു അടിപൊളി ഓണത്തിനനുബന്ധിച്ച് ഒരു അടിപൊളി തിരുവാതിര കണ്ട് ഞങ്ങൾ ആസ്വദിച്ചിരിക്കുമ്പോഴാണ് ആണുങ്ങളുടെ ഫാഷൻ ഷോ നടന്നത്. അതിൻ്റെ അകത്ത് എല്ലാവരും പങ്കെടുത്തു. എല്ലാ മെമ്പേഴ്സും പങ്കെടുത്തു. അതിൻ്റെ അകത്ത് മമ്മൂട്ടിയായിട്ട് അഭിനയിച്ച സേഫ്ക ആയിരുന്നു ഫസ്റ്റായിട്ട് തിരഞ്ഞെടുത്ത്. അതിനുശേഷം സുന്ദരിക്കുള്ള പൊട്ടുതൊടിയിലും ലെമൺ റൈസും ഒക്കെയായിരുന്നു നടന്നത്. അതിൻ്റെ അകത്ത് കുട്ടികൾക്കും പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും എല്ലാം ഈ മത്സരങ്ങളുണ്ടായിരുന്നു. അതിനുശേഷമാണ് സദ്യ വിളമ്പിയത്. സദ്യ വിളക്കിയായിട്ട് പെണ്ണുങ്ങൾ പോയി സദ്യ കഴിക്കുന്ന സമയത്ത് ആണുങ്ങളുടെ അഹമാദനമായിരുന്നു. അവർ ഡാൻസ് കളിച്ച് തകർത്തു. അതിനുശേഷം ഫാമിലി ഫോട്ടോസ് എടുക്കുന്ന പോലെ തന്നെ ക്ലബിലുള്ള മെമ്പേഴ്സെല്ലാം ഫോട്ടോസ് എടുത്തു. ഇതിലെടുത്ത് പറയേണ്ടത് ഡാൻസിൽ സവാദ്ക്കാടെ ബ്രേക്ക് ഡാൻസ് ആയിരുന്നു. എല്ലാവരും അന്തം വിട്ടുപോയി. ഇത്രയും സീനിയർ സ്റ്റാഫ്, ഇത്രയും സീനിയർ പ്ലെയർ ഇത്ര നന്നായിട്ട് ഡാൻസ് കളിച്ചല്ലോ എന്ന് എല്ലാവരും കൈകൊട്ടി അഭിനന്ദിച്ചു. അതിനുശേഷമായിരുന്നു ആണുങ്ങൾ ഫുഡ് കഴിച്ചത്. അതിനുശേഷം പിള്ളേരുടെ കസേര കളിയും ബോൾ പാസിങ്ങും മറ്റ് കളികളും ഉണ്ടായിരുന്നു. ആണുങ്ങളുടെ ഫുഡ് സദ്യയ്ക്ക് ശേഷമാണ് ഓണത്തോടനുബന്ധിച്ചുള്ള ക്രിസ്മസിന് നടന്നത്. അങ്ങനെ ആ മത്സരങ്ങളും ഡാൻസും എല്ലാം കളിച്ച് പിള്ളേരെല്ലാം ഹാപ്പിയായി എൻജോയ് ആയി. അതിനുശേഷമാണ് ഞങ്ങൾ സമ്മാനദാനത്തിലേക്ക് എത്തിയത്. പിള്ളേർക്കെല്ലാവർക്കും സമ്മാനങ്ങൾ ഒരുക്കിയിരുന്നു. ഇതൊരു ത്രില്ലിംഗ് മത്സരമായിരുന്നു. നമ്മുടെ നാട്ടിലെ പോലുള്ള ഒരു പ്രതീതി ഉണ്ടാക്കി. അതിനകത്തുള്ള വിജയികൾക്ക് പ്രത്യേകം സമ്മാനങ്ങൾ നേരത്തെ പറഞ്ഞു വെച്ചിരുന്നു. അങ്ങനെ ഓണത്തിനനുസരിച്ചുള്ള ബിസ്ക്കറ്റ് തീറ്റ മത്സരത്തിൽ മൂക്കിൽ നിന്ന് ചാടിയെടുത്ത ബിസ്ക്കറ്റിൽ ഏറ്റവും ആദ്യം കഴിച്ചത് എനിക്ക് സമ്മാനം കിട്ടി.
അതിനുശേഷമാണ് ഈ വർഷത്തെ കഴിഞ്ഞ മാസത്തിലെ സീരീസ് മത്സരങ്ങളുടെ ബെസ്റ്റ് ബോളറും ബെസ്റ്റ് ബാറ്റ്സ്മാനും എല്ലാം സമ്മാനം കൊടുത്തു. ഏറ്റവും പ്രായം കൂടിയ ആളുകളെ ബഹുമാനിച്ചു. അങ്ങനെ ഈ വർഷത്തെ ഓണാഘോഷം ഞങ്ങൾ അടിച്ചു പൊളിച്ചു. താങ്ക്സ് ഫോർ വാച്ചിങ് ജിതിൻസ് ടിപ്സ് ആൻഡ് ട്രാവൽ. താങ്ക് യു.